ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ DAWF കാഞ്ഞിരപ്പള്ളി മണ്ഡലം കുടുംബസംഗമം CMS ഹൈസ്കൂളിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ച ഒരു കുടുംബത്തിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിരക്ഷിക്കാൻ, സംരക്ഷിക്കാൻ ഒക്കെ ആളുകൾ അനുഭവിക്കുന്ന വിഷമം, ബുദ്ധിമുട്ട് ചെറുതല്ല. ഒരു കാര്യം തുറന്നു പറയാം, ദീർഘകാലം 10-18 വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രവൃത്തിയായി വിവിധ മേഖലകൾ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലെ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ചെയ്യുന്നത് പോരാ എന്ന അഭിപ്രായമാണ്. കാരണം ഇതിൽ കൂടുതൽ അല്ലേ, ഈ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ എല്ലാം വീടുകളുടെ വാതിൽപ്പടിയിലേക്ക് ആ സൗകര്യങ്ങൾ, ആനുകൂല്യങ്ങൾ എത്തിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ കഴിയുന്നില്ല. അത് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ബഹുമാനപ്പെട്ട സുരേഷ് ഇവിടെ സൂചിപ്പിക്കും. എന്താ, നമുക്കെല്ലാ മേഖലകളിലും സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരെങ്കിൽ ഓർഗനൈസ്ഡ് സംഘടന ഉണ്ടാകും. കൃത്യമായി പ്രവർത്തിക്കുന്ന സംഘടന, യോഗം വിളിക്കുക, ഒരുമിച്ചിരിക്കുക, രാഷ്ട്രീയത്തിനതീതമായി DAWF-ൽ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിലെ മുഴുവൻ ആളുകളെയും അംഗങ്ങളാക്കുക, അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടുക, അത് പരിഹരിക്കണം. ഒരു കാര്യം തുറന്നു പറയാം, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ് ഈ മേഖലയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഇപ്പം റേഷൻ വിതരണം നടത്തുന്നു അല്ലേ, സബ്സിഡി നിരക്കിൽ പാചകവാതകം കൊടുക്കുന്നു. അത് കൊടുക്കുമ്പം ആ പാചകവാതകം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണോ, കോൺഗ്രസ്സുകാരനാണോ, BJP ആണോ എന്ന് നോക്കിയിട്ടാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ ആ പെൻഷൻ കൊടുക്കേണ്ടതില്ല എന്ന നിലപാട് ഒരുപക്ഷെ ചില ഏജൻസികൾ സ്വീകരിക്കുമ്പോൾ അതല്ല. കേരളം ഇന്ന് മുമ്പ് സൂചിപ്പിച്ച രീതിയിൽ ഉയർന്നു വന്നതിന് അടിസ്ഥാനം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. DAWF സംസ്ഥാന പ്രസിഡന്റ് K. സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് V. ജതിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിതിൻ ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഷൺമുഖൻ ആചാരി, ജില്ലാ കമ്മിറ്റി അംഗം സോമൻ എന്നിവർ സംസാരിച്ചു.